5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതായത് 18-ാം തീയതി നടക്കുന്ന പരീക്ഷകൾ. കുറച്ച് സ്കൂളുകളിൽ 18-ാം തീയതിയാണ് നമുക്ക് വാർഷിക പരീക്ഷ ആരംഭിക്കുന്നതെന്ന്. 5ാം ക്ലാസ്സുകാർക്ക് കേരള പാഠാവലിയാണ്. അപ്പോൾ കേരള പാഠാവലി നമുക്ക് കടലോളം സ്നേഹം എന്ന ചാപ്റ്ററാണ് പിന്നെ ഈ പ്രാവശ്യം വരുന്നത്. പിന്നെ നേരത്തെയുള്ള പാഠഭാഗത്തു നിന്ന് കുറച്ച് ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ പാഠത്തെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി പിന്നെ ചില മാതൃകാ ചോദ്യങ്ങൾ ഇപ്പോൾ കുറച്ച് സ്കൂളുകളുടെ കഴിഞ്ഞില്ലേ, അപ്പോൾ ആ സ്കൂളുകളുടെ പരീക്ഷയുടെ ചില ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഒരു മാതൃക പോലെ നമുക്ക് നോക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡാലിയമ്മയുടെ പുഴ വരെയുള്ള ഇതാണ് വന്നത്. ഇനി നമുക്ക് കടലോളം സ്നേഹം, അതിൽ അമ്മയുടെ സ്നേഹം നമ്മൾ കണ്ടതാണ്. എൻ്റെ അമ്മ എന്നുള്ള പാഠത്തിൽ അവിടെ വാങ്മയ ചിത്രം പ്രതീക്ഷിക്കാം. അതായത് അമ്മയെക്കുറിച്ചോ അതല്ലെങ്കിൽ പിന്നെ കുട്ടിയെക്കുറിച്ചോ അതല്ലെങ്കിൽ അമ്മൂമ്മയെക്കുറിച്ചോ ഇതിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ചൊരു വിശദീകരണ കുറിപ്പ് ചോദിക്കും. പിന്നെ കുഞ്ഞു നൊമ്പരം എന്നൊരു ഇത് നമ്മൾ പഠിച്ചല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ആരുടെയും, അത് മിക്കവാറും അമ്മയുടെ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ എഴുതുക എന്നൊരു ചോദ്യം വരാം. അതുപോലെ തന്നെ അതിനകത്ത് ആ പാഠത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എഴുത്ത്. പിന്നെ ആ എഴുത്ത് ലെറ്ററല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം പറയുന്നത്, പരിപരിപ്പുകളിലൂടെ ഞങ്ങൾ വന്നതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ അത് വരുന്നത് വർണ്ണന തയ്യാറാക്കുക. എന്തിനെങ്കിലും കുറിച്ചൊരു വിവരണം നിങ്ങൾ അതായത് വർണ്ണാത്മകമായിരിക്കണം, വളരെ സാഹിത്യപരമായി സാഹിത്യം കലർത്തി എഴുതുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഒരു എഴുത്തിൻ്റെ ശക്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഴുതാനുള്ള ഏതെങ്കിലും വർണ്ണന തയ്യാറാക്കാൻ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആ പാഠത്തിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മയെക്കുറിച്ച്, അമ്മയുടെ സ്നേഹം വെളിവാക്കുന്ന ചില കാര്യങ്ങൾ. പിന്നെ ഒന്ന് വരുന്നത് താരതമ്യക്കുറിപ്പ്. അത് എല്ലാ കുട്ടികൾക്കും തോന്നും എന്താണെന്ന് വെച്ചാൽ 2 കവിത തന്നിട്ട് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ആ 2 കവിതയും വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയമില്ലേ, അതിനെ എഴുതിയാൽ മതി. അതാണ് താരതമ്യക്കുറിപ്പ്. അത് എഴുതി കഴിയുമ്പോൾ അതിനകത്തെ എല്ലാ വിശദാംശങ്ങളും അതിലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എഴുതുന്നതാണ് താരതമ്യക്കുറിപ്പ്. 2 കവിതയോ 2 കഥയോ ആയിരിക്കും തരുന്നത്. അത് വായിച്ചിട്ട് എന്താണ് ആ ഓരോന്നിലും ഉൾക്കൊള്ളുന്നത് അത് എഴുതുക. അതാണ് താരതമ്യക്കുറിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊൻകുന്നം വർക്കിയെക്കുറിച്ച്, അതായത് നമുക്ക് ജീവചരിത്രക്കുറിപ്പാണ് നമ്മളെല്ലാവരും കുറച്ചൊരു ഭയമായിട്ട്, പക്ഷേ അത് ഭയക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാ ക്ലൂസും തന്നിട്ടാണ് നിങ്ങൾ ജീവചരിത്രക്കുറിപ്പ്, അത് ജീവിതരേഖയാണത്. ആ ജീവിതരേഖ തന്നാൽ അതിനെ ജീവചരിത്രക്കുറിപ്പാക്കി എഴുതുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മരങ്ങളുടെ ഭാഷ എന്ന പാഠത്തിൽ കൂടുതലും പ്രകൃതിയുടെ ഭാഷ അവിടെ പിന്നെ ഒരു എടുത്ത് പറയത്തക്ക ചോദ്യങ്ങൾ അതിൽ വരാൻ സാധ്യതയുള്ള ഒന്നുമില്ല. എന്നാൽ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള കവിതയിലെ ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചൊരു ജീവചരിത്രക്കുറിപ്പ് പറഞ്ഞതുപോലെ തന്നെ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ളത് നമുക്ക് ലോകത്തോടുള്ള ചില എന്തുണ്ട് അതിൽ സന്ദേശങ്ങളുണ്ട്. പിന്നെ കുറച്ച് ചോദ്യോത്തരങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലത് ഓരോ മാർക്കിൻ്റെയൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് സ്നേഹത്തിൻ്റെ പക്ഷേ ഗുരുവചനത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ അത് ചോദിക്കില്ല, അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിപ്പൊന്നും എഴുതാൻ സാധിക്കില്ല. എങ്കിൽ പോലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഈ യൂണിറ്റിൽ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ പതിവ് പോലെ പാരഗ്രാഫ് തന്നിട്ട് ചോദ്യോത്തരം എഴുതുക, അല്ലെങ്കിൽ കവിത തന്നിട്ട് ചോദ്യോത്തരം എഴുതുക, പിന്നെ കഥ പൂർത്തിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം കലാപരിപാടികൾ നമുക്ക് പ്രതീക്ഷിക്കാം, ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഒരു പരീക്ഷയുടെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഇടാം, അത് ഒന്ന് വിശദീകരിക്കാം. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ കവിത തന്നിട്ട് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ എഴുതുക, ഇങ്ങനെയൊക്കെയാണ്. കൂട്ടുകാരെ, നമ്മൾ ഒരുപാട് സമയമെടുത്താണ് നമ്മുടെ ഈ പാഠഭാഗങ്ങളൊക്കെ കവർ ചെയ്തത്. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും ഓരോ പ്രവർത്തനങ്ങളുടെയും വിശദാംശങ്ങൾ വളരെ വിവരിച്ച് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ നന്നായിട്ട് കണ്ട് കാണും. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് വളരെയധികം വ്യൂസ് കുറഞ്ഞായിരുന്നു. അതുപോലെയല്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും തന്നിരിക്കുന്ന എല്ലാ വീഡിയോകളിലും ഈ പാഠഭാഗത്തിൻ്റെ എല്ലാം വിശദാംശങ്ങളുണ്ട്. ഓരോ പാഠവും പല ആഴ്ചകൾ അല്ലാതെ പല ദിവസങ്ങളായിട്ടാണ് അത് കവർ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുവിധം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്കിനി ഇവിടെ ചില ചോദ്യങ്ങളാണ് നോക്കേണ്ടത്.
ഇത് പറഞ്ഞതുപോലെ തന്നെ ഒരു കവിതയാണ്. ആ കവിത വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വളരെ ഈസി ആയിട്ടുള്ളൊരു കവിതയായിരുന്നു. നമുക്കത് എഴുതാൻ പറ്റുന്നത് തന്നെയായിരുന്നു. പിന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അതൊന്ന് നോക്കുക നന്നായിട്ട്. അത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ളൊരു ജീവിതരേഖയാണ് തന്നിരിക്കുന്നത്. ആ ജീവിതരേഖ അതായത് ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ജീവിതരേഖ വെച്ചിട്ട് നമുക്ക് ജീവചരിത്രം, അപ്പോൾ ഇന്നാരുടെ മകനായി ഇന്ന സ്ഥലത്ത് ഇത്രാം തീയതി ഇന്ന ആൾ ജനിച്ചു എന്നുള്ള രീതിക്ക് വേണം നമ്മൾ എഴുതി വരാൻ. അതിനുള്ള ചോദ്യമാണത്. പിന്നുള്ളത് ഒരു മാർക്കിൻ്റെ ഉണ്ട്. പിന്നെ സംഭാഷണം, കിളി സംഭാഷണത്തിൽ പിന്നെ ഡാലിയും ഉമ്മയും പെരുമ്പാമ്പും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുന്നത് നേരത്തെയുള്ള